അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, റമളാൻ എന്നാൽ, റമളാൻ എന്ന് പറയുന്ന ഈ പദത്തിന് കരിച്ചു കളയുക എന്നാണ് അർത്ഥമുള്ളത്. നമ്മളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ സംഭവിച്ചുപോയ തിന്മകളും അധർമ്മങ്ങളും എമ്പാടുമുണ്ടാകും. ഈ വിശുദ്ധമായ മാസത്തിലെ നാം നമ്മളുടെ ജീവിതത്തിൽ നിലനിർത്തുന്ന നല്ലതായ പ്രവർത്തനങ്ങളിലൂടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ തന്റെ ജീവിതത്തിൽ സംഭവിച്ചുപോയ എല്ലാ തിന്മകളെയും കരിച്ചു കളയുക എന്ന് റമളാൻ എന്ന വാക്കിനർത്ഥമുണ്ട്. അതുപോലെ തന്നെ നോമ്പിന് അറബി ഭാഷയിൽ പറയുന്നത് സൗം എന്നാണ്. സൗമ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ അതിന്റെ അർത്ഥം അൽ ഇംസാഖ്. സൗം എന്ന് പറഞ്ഞാൽ പിടിച്ചുവെക്കുക എന്നാണ് അർത്ഥം. പിടിച്ചുവെക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധമായ ഖുർആനിൽ സൗം എന്ന് പ്രയോഗിച്ചിട്ടുള്ള ചില സ്ഥലങ്ങൾ പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയം എന്ന് പറയുന്ന അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇപ്രകാരം പറയുന്നുണ്ട്: ഫഖൂലി ഇന്നി നദർതു ലിർറഹ്മാനി സൗമ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ. മറിയം ബീവി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് അവിടെയുണ്ടായിരുന്ന ജനങ്ങൾ ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നപ്പോൾ അവർക്ക് മറുപടി നൽകാതെ അവരോട് പറയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മറിയം റളിയല്ലാഹു തആല അൻഹയോട് നൽകിയ കൽപ്പനയാണ്. ഫഖൂലി, അപ്പോൾ നീ പറയണം, ഇന്നി നദർതു ലിർറഹ്മാനി സൗമ, ഞാൻ എന്റെ രക്ഷിതാവിന് വേണ്ടി സൗമ് നേർച്ചയാക്കിയിരിക്കുകയാണ്. ഇവിടെ സൗമ് എന്നാണ് അല്ലാഹു തആല പ്രയോഗിച്ചിട്ടുള്ളത്. ആ സൗമ് നേർച്ചയാക്കിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഫലൻ ഉകല്ലിമൽ യൗമ ഇൻസിയ, ഈ ദിവസം ഞാൻ മറ്റൊരാളോടും സംസാരിക്കുകയില്ല. ഇവിടെ സംഭാഷണമെന്ന ആ ഒരു അവസ്ഥയെ, ആ ഒരു അനുഗ്രഹത്തെ വ്രതം എന്ന ആ സൗമെന്ന അവസ്ഥയിലൂടെ പിടിച്ചുവെക്കുവാൻ അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അഥവാ ഞാൻ ഒരാളോടും സംസാരിക്കാതെ എന്റെ സംസാരത്തെ ഞാൻ പിടിച്ചുവെക്കുവാൻ വേണ്ടി നേർച്ചയാക്കിയിരിക്കുന്നു എന്ന് പറയുവാൻ അല്ലാഹു തആല കൽപ്പിക്കുന്നതാണ് നമ്മൾക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മതപരമായി സൗമ് എന്ന് പറഞ്ഞാൽ തർക്കു ത്വആമി വശ്ശറാബി വൽ ജിമാഇ മിൻ തുലൂഇൽ ഫജ്രി സ്വാദിഖി ഹത്താ ഗുറൂബി ശംസ് ഇബ്തിഗാഅ മർളാത്തില്ല. മതപരമായ ഭാഷയിൽ പരിശുദ്ധമായ ഇസ്ലാമിൽ സൗമ് അഥവാ നോമ്പ് എന്ന് പറഞ്ഞാൽ നാം നമ്മളുടെ ഭക്ഷണവും അതുപോലെ തന്നെ പാനീയങ്ങളും ഭാര്യാഭർത്തൃ ജീവിതവും എല്ലാം അധാർമികമായിട്ടുള്ള മറ്റിതര കാര്യങ്ങളെല്ലാം നാം ഒഴിവാക്കുകയാണ്. മിൻ തുലൂഇൽ ഫജ്രി സ്വാദിഖി ഹത്താ ഗുറൂബി ശംസ്, സൂര്യന്റെ ഉദയം മുതൽ അസ്തമയം വരെ അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചു ഭക്ഷണ പാനീയങ്ങളെയും ഭാര്യാഭർത്തൃ ബന്ധങ്ങൾ പോലും ഒഴിവാക്കി കഴിഞ്ഞുകൂടുകയാണ്. എന്താണ് ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത്? അള്ളാഹുവിന്റെ പ്രീതി മാത്രം. അപ്പൊ അതിനെയാണ് മതപരമായ ഭാഷയിൽ നോമ്പ് എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, നാം ഇവിടെ മനസ്സിലാക്കേണ്ടുന്നത് രാവിലെ മുതൽ വൈകുന്നത് വരേക്ക് നമ്മളെ പട്ടിണി ഇരുത്തിയിട്ട് നമ്മളുടെ രക്ഷിതാവിന് പ്രത്യേകമായി എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണോ ഇത്തരത്തിൽ നോമ്പ് നമ്മളുടെ മേൽ നിർണയിച്ചിട്ടുള്ളത്? അല്ലേയല്ല. നോമ്പിലൂടെ ഏതൊരു വിശ്വാസിയും ആർജിച്ചെടുക്കേണ്ടുന്ന ചില നന്മകളുണ്ട്, ചില ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾ ആർജിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ഈ നിലയിൽ നോമ്പ് നോൽക്കാൻ കൽപ്പിച്ചിട്ടുള്ളത്. ഒന്നാമതായി നോമ്പ് കൊണ്ട് ഒരു വിശ്വാസി നേടിയെടുക്കുന്നത് അവന്റെ ഈമാനിൽ വർധനവുണ്ടാക്കുക എന്നുള്ളതാണ്. നമ്മൾക്കറിയുമല്ലോ, ഈമാൻ നുരുമ്പിക്കുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ നുരുമ്പിക്കുന്നതായ അവസ്ഥയിൽ ഈമാനിനെ പരിപോഷിപ്പിക്കുവാനും നമ്മളുടെ ഈമാനിനെ കൂടുതൽ ഊർജ്ജസ്വലമാക്കി നിലനിർത്തുവാനും നോമ്പ് കാരണമായി തീരുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾക്കറിയാം, നമ്മളുടെയൊക്കെ ചുറ്റുപാടുകൾ ധാരാളം നിഷിദ്ധങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ്. കണ്ണിലൂടെ കാണുന്നതും നാം കേൾക്കുന്നതും അനുഭവിക്കുന്നതുമായ പല കാര്യങ്ങളും
അള്ളാഹു വിരോധിച്ചതും അള്ളാഹുവിന്റെ കോപം ക്ഷണിച്ചു വരുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നിലയിലുള്ള നിഷിദ്ധമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ നോമ്പ് നിമിത്തമായി തീരുന്നു. അതുപോലെ തന്നെ മനുഷ്യന്റെ മനസ്സെല്ലായ്പ്പോഴും തിന്മകളിലേക്ക് ചായുവാൻ താൽപര്യമുള്ളതാണ്. നോമ്പുകാരനെ സംബന്ധിച്ചിടത്തോളം തന്റെ മുന്നിലിരിക്കുന്ന ഭക്ഷണം പോലും തനിക്ക് വിശപ്പും ദാഹവും ഉണ്ടായിരിക്കെ, യഥേഷ്ടം കഴിക്കുവാനുള്ള സാഹചര്യങ്ങളും ഉണ്ടായിരിക്കെ, അള്ളാഹുവിന്റെ പ്രീതി മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നോമ്പനുഷ്ഠിക്കുന്ന ഒരു മനുഷ്യൻ തീർച്ചയായും അവന്റെ ജീവിതത്തിൽ പരിശീലിക്കുന്നത് തന്റെ ശരീരത്തിനും മനസ്സിനും എത്ര ഇഷ്ടവും സുഖവും നൽകിയാലും തിന്മകളിലേക്ക് ചായ്ഞ്ഞു പോകാതെ താൻ നിലനിൽക്കണം എന്നുള്ളതായ ആ ഒരു ശൈലിയാണ്. തീർച്ചയായും നോമ്പിലൂടെ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതുപോലെ തന്നെ പാപമോചനം നേടിയെടുക്കുവാൻ നോമ്പ് കാരണമായി തീരുകയാണ്. അതുപോലെ പൈശാചികമായ ദുർബോധനങ്ങളിൽ നിന്ന് നമ്മൾക്ക് മുക്തരായി തീരുവാനും കഴിയുകയാണ്. സഹോദരങ്ങളെ, നാം ഇവിടെ തിരിച്ചറിയേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നമുക്ക് ചുറ്റും എത്രയെത്ര മനുഷ്യരാണ് ഒരു നേരത്തെ അന്നത്തിന് വകയില്ലാതെ നാം കഴിക്കുന്നത് പോലെയുള്ള ജീവിത വിഭവങ്ങൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാതെ പട്ടിണിയും ദാരിദ്ര്യവും പ്രയാസങ്ങളും ഒക്കെയായി കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. എത്രയെത്ര ഭക്ഷണ വിഭവങ്ങളാണ് മനുഷ്യൻ പാഴാക്കിക്കളയുകയും തൂർത്തടിച്ച് നശിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്നത്. തീർച്ചയായും നോമ്പിലൂടെ വിശപ്പും ദാഹവുമൊക്കെ അനുഭവിക്കുമ്പോൾ ഒരു വിശ്വാസി ദരിദ്രന്റെ വിഷമങ്ങൾ, പട്ടിണി കിടക്കുന്നവന്റെ പ്രയാസം, അവന്റെ കണ്ണുനീർ, അവന്റെ ബുദ്ധിമുട്ട് തീർച്ചയായും അവന് മനസ്സിലാക്കാൻ സാധിക്കുകയാണ്. അതോടൊപ്പം തന്നെ നാം നോമ്പ് നിലനിർത്തുന്നതിലൂടെ ക്ഷമ ശീലിക്കുവാൻ നമ്മൾക്ക് സാധ്യമായി തീരുകയും ചെയ്യുന്നു. ഇങ്ങനെ എത്രയെത്ര നന്മകളാണ് നമ്മൾക്ക് നോമ്പിലൂടെ നേടിയെടുക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെല്ലാം പുറമെ ആരോഗ്യപരമായ നിലയിൽ ഓരോ മനുഷ്യനും നേടിയെടുക്കുന്ന, നോമ്പിലൂടെ ആർജിച്ചെടുക്കുന്ന ഗുണങ്ങൾ വേറെയും നമ്മൾക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മളുടെ മനസ്സുകൊണ്ട് ആത്മാർത്ഥതയോടെ നോമ്പിന്റെ യഥാർത്ഥമായ ലക്ഷ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് വ്രതാനുഷ്ഠാനം നിലനിർത്തുവാൻ പരിശ്രമിക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.